രാജ്യത്തിന്റെ മിസൈൽ നിർമ്മാണം സ്വകാര്യ മേഖലയ്ക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ നീക്കമെന്ന് സൂചന. അസ്ത്ര മാർക്ക് 2 മിസൈൽ നിർമ്മാണത്തിന് പ്രതിരോധ മന്ത്രാലയം ഉടൻ ടെൻഡർ ക്ഷണിച്ചേക്കും. അദാനി, ടാറ്റ ഗ്രൂപ്പുകൾ ടെൻഡറിൽ പങ്കെടുക്കാൻ സാധ്യത. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, പൊതുമേഖല പലതും സ്വകാര്യവൽക്കരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ മിസൈൽ നിർമ്മാണ മേഖലയും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുകയാണ്. പ്രതിരോധ രംഗത്ത് ഏതു തരത്തിലാണ് ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൈമാറ്റം ഉണ്ടാകുന്നത്? അക്ഷയ, പ്രധാനമായും യുദ്ധമേഖലയിൽ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ പോലെയുള്ളവയെല്ലാം തന്നെ നേരത്തെ തന്നെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയും ഇപ്പോൾ അത് സ്വകാര്യ മേഖല കൂടി പങ്കാളികളായിട്ടാണ് രാജ്യത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ മിസൈൽ നിർമ്മാണവും സ്വകാര്യ മേഖലയ്ക്ക് നൽകാനാണ് ഇപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായുള്ള ടെൻഡർ നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് രാജ്യത്ത് മിസൈലുകൾ നിർമ്മിക്കുന്നത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഇത് സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്. പക്ഷേ ഇപ്പോൾ സഖ്യകക്ഷികളിൽ നിന്നും അല്ലെങ്കിൽ സഖ്യരാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ കൂടുതൽ ആയുധങ്ങൾക്ക് ആവശ്യകത കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സ്വകാര്യ മേഖലയെ കൂടി മിസൈൽ നിർമ്മാണത്തിലേക്ക് ഭാഗമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അസ്ത്ര മാർക്ക് 2 എന്ന് പറയുന്ന മിസൈൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ വിഭാഗത്തിൽപ്പെടുന്ന DRDO വികസിപ്പിച്ച മിസൈലാണ്. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗത്തിൽ ഉൾപ്പെടെ സഞ്ചരിക്കാനുള്ള ശേഷിയും അസ്ത്രയ്ക്കുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ സാങ്കേതിക വിദ്യ കൂടി ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ആദ്യഘട്ടത്തിൽ ഈ അസ്ത്ര മിസൈലിനായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു ടെൻഡർ നടപടികളിലേക്ക് കടക്കുക. അതിനുശേഷം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഖര ഇന്ധന ക്വാസി ബാലിസ്റ്റിക് മിസൈലായ പ്രാലൈ കൂടി സ്വകാര്യ മേഖലയിൽ നിർമ്മിക്കാനാണ് എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വകാര്യ നിക്ഷേപം കൂടുതൽ ഈ പറയുന്നത് പോലെ പ്രതിരോധ മേഖലയിലേക്ക് എത്തുകയും ഒപ്പം തന്നെ പ്രതിരോധ സംവിധാനങ്ങളുടെ നിർമ്മാണം സർക്കാർ മേൽനോട്ടത്തിൽ സ്വകാര്യ മേഖലയിൽ നടക്കും എന്നതും ഇപ്പോൾ വ്യക്തമാവുകയാണ്.